ചിലരെങ്കിലും സങ്കടത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്താ ചെയ്യാ, ഖുർആൻ ഓതാൻ അറിയില്ല. ഓതുന്നത് കാണുമ്പോ കണ്ണ് നിറയും. ചിലരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോ കണ്ണ് നിറയും. എനിക്ക് ഓതാൻ അറിയൂല. നിങ്ങൾ നിരാശരാവണ്ട. നിങ്ങൾക്ക് ആ കൂലി കിട്ടണം എന്നുള്ള നെയ്യത്തോടുകൂടെ തെറ്റുകൂടാതെ എന്തോതുക, മനസ്സറിഞ്ഞ് 3 തവണ ഓതിയാൽ ഒരു ഖത്മ് തീർത്ത കൂലിയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതതിന്റെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്ന വചനാണ്. 10 തവണ ഒരാൾ ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രത്യേക ഭവനമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, നമ്മൾ ഈ സഹിക്കുന്ന ഒരു വിശപ്പ്, സത്യത്തിൽ വിശപ്പ് സഹിക്കൽ തന്നെ ഒരു ഇബാദത്താണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവിന് നല്ല എനർജി കിട്ടണമെങ്കിൽ ശരീരം ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് സഹിച്ചുകൊണ്ടേയിരിക്കണം. വിശപ്പ് അനുഭവിച്ച് സഹിച്ച് വളർന്നു വരുന്ന ഒരാൾക്കുള്ള ഒരു ബോധവും കാര്യശേഷിയും അതൊന്നും അറിയാതെ വളർന്നു വരുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം, പഴയ കാലത്തൊക്കെ ഒരു നേരത്തെ ഒരു ചോറിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഒരു പെരുന്നാളൊക്കെ വരുമ്പോ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ വയറ് നിറയെ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്നതാണ്. ഇന്നിപ്പോ അതൊരു വിഷയമാണോ? ഇന്ന് സത്യത്തിൽ നമ്മുടെ മക്കൾക്കൊന്നും എന്താണ് വിശപ്പ് എന്ന് ശരിക്ക് അറിയൂല. വിശപ്പ് സഹിക്കൽ ഇബാദത്താണ്. നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലും മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി തങ്ങൾ നബിക്ക് ഇഷ്ടപ്പെട്ടൊരു 3 കാര്യം പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 കാര്യം പറഞ്ഞു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉമർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞു. ഉടനെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞു. ഉടനെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞു. റസൂലുള്ളാഹിയും പറഞ്ഞു, 4 ഖലീഫമാരും പറഞ്ഞു. ആ സദസ്സിലുണ്ടായിരുന്നു മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനല്ല. അബൂദറുൽ ഗിഫാരി എന്ന സഹാബി വര്യൻ ചില്ലറക്കാരനല്ല. വാനലോകത്ത് മലക്കുകൾക്കിടയിൽ പോലും പ്രശസ്തനാണ് ഈ അബൂദറുൽ ഗിഫാരി എന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരുന്നു? അതിന്റെ കാരണം എന്താ? സൂറത്തുൽ ഇഖ്ലാസ് ഏറ്റവും കൂടുതൽ സഹാബിമാരിൽ ഓതിയ സഹാബി അബൂദർ ഗിഫാരി തങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണേ. പടച്ചോനി റമളാനിലൊക്കെ അത് ധാരാളം ഓതാൻ തൗഫീക്ക് തരട്ടെ. അതായത് നബി തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കയറി വന്നു. ഉടനെ ഫഖാമ ജിബ്രീൽ. അബൂദറുൽ ഗിഫാരി തങ്ങളെ ബഹുമാനിച്ചിട്ട് ആരെഴുന്നേറ്റ് നിൽക്കുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് സഹാബികളിൽപ്പെട്ട ഒരു സഹാബിയെ കണ്ടിട്ട് ആദരിച്ച് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ആ സഹാബിയുടെ ദറജ എത്രയായിരിക്കും? അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് മുത്ത് നബിയോട്, അപ്പൊ അബൂദറുൽ ഗിഫാരി തങ്ങളെ കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് നിൽക്കാൻ, എന്നിട്ട് പറഞ്ഞതെന്താ? ഹാദാ അബൂദറുൽ ഗിഫാരി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ നോക്കിയാണ്, ആരാണ് ഈ വരുന്നത്? ഇത് നമ്മുടെ അബൂദറുൽ ഗിഫാരിയാണല്ലോ. അപ്പോൾ ഫഅജിബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അത്ഭുതപ്പെടാനുള്ള കാരണം? ഈ സഹാബികൾക്കിടയിൽ അത്ര വലിയ പ്രശസ്തനൊന്നും അല്ല. അധികവും ആൾക്കൂട്ടവുമായി വലിയ ബന്ധമില്ലാതെങ്ങനെ ഒരു സൂഫിയായി ജീവിച്ചിരുന്ന സഹാബിയാണ് ആര്? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആ സഹാബിയെ കുറിച്ചാണ് വലിയ അത്ഭുതത്തോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്.
അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, അവ തഅരിഫുഹു യാ ജിബ്രീൽ, അല്ല ജിബ്രീലേ, അബൂദറുൽ ഗിഫാരിയെ നിങ്ങൾക്കറിയുമോ? അപ്പൊ കൊടുത്ത മറുപടിയാണ് രസം. നല്ല ചോദ്യം. അബൂദറുൽ ഗിഫാരിയെ അറിയോന്നോ? നബിയേ നബിയേ, ഹുവ അഷ്ഹറു ഇൻദനാ മിൻഹു മിൻകും യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങൾക്കിടയിൽ സഹാബികൾക്കിടയിലുള്ളതിനേക്കാൾ പ്രശസ്തിയും പ്രസിദ്ധിയും പദവിയും ഞങ്ങൾക്കിടയിൽ, വാനലോകത്തെ മാലാകമാർക്കിടയിൽ ഈ അബൂദറുൽ ഗിഫാരിക്കുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഞങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ മലക്കുകൾക്കിടയിൽ, മലക്കുകളുടെ എണ്ണത്രയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും. നിങ്ങൾ തുടങ്ങിയോ? അല്ല, നിങ്ങൾ തുടങ്ങിയോ? എന്ത് ഉറക്കൊടുങ്ങിയോ? പ്രശ്നം ഉണർന്നിരിക്കെ. അള്ളാഹു നമ്മളെ കൽബിനും നല്ല ഉണർവ് തരട്ടെ. കൽബുറങ്ങുമ്പോഴാണ് കണ്ണ് പൂടുക, ബോഡി ഉറങ്ങുക. നിങ്ങളെ കൽബിനെ ഉറക്കല്ലി, ഉണർന്നിരിക്കെ. അള്ളാഹു നമ്മളെ ഈ പരിശുദ്ധ റമളാനിൽ ഈ സൽക്കാരത്തിൽ എത്തിച്ചല്ലോ. അൽഹംദുലില്ലാ. ഇതിനുള്ള എല്ലാ കൂലി അള്ളാഹു നമുക്ക് തരട്ടെ. ഇതിന്റെ കൂലി എത്ര? മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ അഅതാഹുല്ലാഹു ബികുല്ലി ഖദമിൻ ഇബാദത സന. റമളാനല്ലേ, ഇൽമ് കിട്ടണല്ലോ, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കണല്ലോ എന്നുള്ള താല്പര്യത്തോടെ ഒരാൾ എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിക്കനുസരിച്ചും ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അത് റമളാന്റെ ഒരു പവിത്രതയാണ്, അത് ഇൽമിന്റെ മജ്ലിസിന്റെ പവിത്രതയാണ്. അല്ലാഹുവേ, ആ നീയത്തോടെ സംഗമിച്ചവരാണ്. എല്ലാവർക്കും ആ കൂലി തരണേ റബ്ബേ. അതുകൊണ്ട് ദോഷങ്ങൾ പുറത്തു തരണേ റബ്ബേ. അതുകൊണ്ട് പദവികൾ ഉയർത്തണേ റബ്ബേ. അതുകൊണ്ട് ദുആക്ക് ഇജാബത്ത് നൽകണേ റബ്ബേ. രാവിലെ 7:30 മണിയാകുമ്പോഴത്തേക്ക് എത്തുകയാണ് മുഅ്മിനീങ്ങൾ. വിവിധങ്ങളായ സങ്കടങ്ങൾ പറഞ്ഞ് നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഈ മജ്ലിസിലെ പ്രാർത്ഥന കൊണ്ട് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് അല്ലാഹുവേ നിരാശരാക്കരുതേ റബ്ബേ. ഇജാബത്തോടുകൂടെ പിരിയാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അവന്റെ പറഞ്ഞത്, മലക്കുകൾക്കിടയിൽ വലിയ പ്രശസ്തിയും പ്രസിദ്ധിയും മഹത്വവും അബൂദറുൽ ഗിഫാരിക്കുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയാത്ത ദിവസമല്ല. ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മുത്തുനബി ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ അതത് എത്ര? നിങ്ങൾക്ക് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവരുടെ നേതാവാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അനുയായികൾ അവരുടെ അതതൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ഒരാഴ്ച ഓതിക്കൊൽപ്പിക്കുക ചെയ്തത് ആ അള്ളാന്റെ സൈന്യത്തിന്റെ എണ്ണം അള്ളാഹ്ക്കല്ലാതെ എനിക്ക് പോലും എത്ര എണ്ണെന്ന് അറിയിച്ചെന്നിട്ടില്ല. ആ മലക്കുകൾക്കിടയിൽ വലിയ പ്രശസ്തിയും പ്രസിദ്ധിയും സ്ഥാനവും മഹത്വവും ആർക്കുണ്ട്? അബൂദറുൽ ഗിഫാരി തങ്ങൾക്കുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ബിമാനാല ഹാദിഹിൽ ഫളീല യാ ജബ്രീൽ, അല്ല ജിബ്രീലേ, എങ്ങനെയാണ് ഈ മഹത്വം അബൂദറുൽ ഗിഫാരി തങ്ങൾ നേടിയത്? അപ്പൊ കൊടുത്ത മറുപടി, ബിസ്നത്തൈനി യാ റസൂലല്ലാഹ്, 2 കാര്യം ശ്രദ്ധിച്ചു വെച്ചോളൂ. അതുകൊണ്ടാണ് ഈ മഹത്വം അബൂദറുൽ ഗിഫാരി തങ്ങൾക്ക് ലഭ്യമായത് എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എത്ര കാര്യം? 2 കാര്യം മറ്റാരെക്കാളും കൂടുതൽ ആരിലുണ്ട്? ആരിലുണ്ട്? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിലുണ്ട്. ഏതാണ് ജിബ്രീൽ? ഉടനെ ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഉമ്മിലി സിഗരിഹി ഫീ നഫ്സിഹി യാ റസൂലല്ലാഹ്. ആ മനുഷ്യന്റെ വിനയം തന്നെയാണ് നബിയേ. അണുമണിത്തൂക്കം പോലും കിബർ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ല. അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ.
കിബറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ വലിയ ആളാന്നുള്ള തോന്നൽ വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാരെയും കാക്കട്ടെ. അറിയാതെ ചില സന്ദർഭങ്ങളിലൊക്കെ അതൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ഒരു തരം ഈഗോ, ഇന്നെന്തുകൊണ്ട് മുന്തിച്ചില്ല, എന്നോടെന്തുകൊണ്ട് പറഞ്ഞില്ല, എനിക്കെന്തുകൊണ്ട് ഫസ്റ്റ് സീറ്റ് തന്നില്ല, എന്നെ എന്തുകൊണ്ട് ഒന്നാം ട്രിപ്പിൽ ഇരുത്തിയില്ല, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടില്ല, ഈ ഞാൻ എന്ന ഒരു തോന്നൽ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. സിഗരിഹി ഫീ നഫ്സിഹി യാ റസൂലല്ലാഹ്. ഈ മനുഷ്യന്റെ അങ്ങേയറ്റത്തെ വിനയമാണ്. അണുമണി തൂക്കം കിബറ് മനുഷ്യന്റെ ഹൃദയത്തിലില്ലല്ലോ. രണ്ടാമത്തെ കാരണം കേൾക്കണം നബിയേ. ബികസറത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങളെ കൂട്ടത്തിൽ ഇത്ര ഓതുന്നൊരു സഹാബി വേറെ ഇല്ല. പടച്ചവനെ ഞങ്ങൾക്കും തൗഫീക്ക് തരണേ അല്ലാ. മനസ്സറിഞ്ഞ് 3 തവണ ഓതിയാൽ ഒരു ഖത്മ് തീർത്ത കൂലിയാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതതിന്റെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്ന വചനാണ്. 3 തവണ ശരിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഒരു തവണ അള്ളാന്റെ ഖുർആൻ ഖത്മ് തീർത്ത കൂലിയാൻ. ചിലരെങ്കിലും സങ്കടത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്താ ചെയ്യാ, ഖുർആൻ ഓതാൻ അറിയില്ല. ഓതുന്നത് കാണുമ്പോ കണ്ണ് നിറയും. ചിലരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോ കണ്ണ് നിറയും. എനിക്ക് ഓതാൻ അറിയൂല. നിങ്ങൾ നിരാശരാവണ്ട. നിങ്ങൾക്ക് ആ കൂലി കിട്ടണം എന്നുള്ള നെയ്യത്തോടുകൂടെ തെറ്റുകൂടാതെ എന്തോതുക, അങ്ങനെ ഓതുക. നിങ്ങൾ നിഷ്കളങ്കമായി 3 തവണ ഈ സൂറത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഒരു തവണ, അത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണ്, അത് സ്വഹീഹായ ഹദീസാണ്. 10 തവണ ഒരാൾ ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രത്യേക ഭവനമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ബദരീങ്ങളുടെ ആണ്ടാകുമ്പോഴത്തേക്ക് ഒരു 313 തവണ ആ ബദരീങ്ങളുടെ പേരിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതാൻ നമുക്കൊന്ന് നേർച്ചാക്കിയാലോ? ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ടും ബദരീങ്ങളെ മഹത്വം കൊണ്ടും അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ, അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒന്ന് നീർച്ചാക്കല്ലേ? ബുദ്ധിമുട്ടാവോ? 313 തവണ പേരിനോതി തീർക്കുന്ന പണി വേണ്ട. കനത് 3 തവണ മര്യാദ ഓതിയാൽ ഒരു തവണ ഖത്മ് തീർത്ത കൂലിയ. അപ്പൊ പിന്നെ ആ ശൈലി ഉണ്ടണില്ലല്ലോ. ആ ശൈലി വേണ്ട. റാഹത്തായിട്ട് ഓതുക. അള്ളാഹു സ്വീകരിക്കണം. ഓരോ ഖുൽ ഹുവല്ലാഹു അഹദിനും ഖുർആന്റെ 3-1 ഓതിയ കൂലി എനിക്ക് കിട്ടണം. അപ്പോൾ 3 തവണ ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ കൂലിയായി. അത് ബദരീങ്ങളുടെ പേരിലും കൂടാവുക. ആ ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് മജ്ലിസുന്നൂർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾ അത് ഏറ്റെടുത്താൽ ലക്ഷക്കണക്കിന് ഖുൽ ഹുവല്ലാഹു അഹദ് ആകും. ഔലേ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് പടച്ചോൻ തൗഫീക്ക് തരട്ടെ. ഞാനിനി 313 പറഞ്ഞു എന്ന് കരുതി 313 ഓതാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. 313 ആളുകൾ മനുഷ്യരിൽ നിന്ന് മാത്രാണ്. മലക്കുകളുടെ കൂട്ടത്തിലും ആരുണ്ട്? മിണ്ടണില്ലല്ലോ. ആരുണ്ട്? മനുഷ്യരെക്കാൾ കൂടുതൽ ബദരീങ്ങൾ മലക്കുകളുടെ കൂട്ടത്തിലാണ്. ആയിരക്കണക്കിന് മാലാകമാരാണ് ബദറിൽ യുദ്ധത്തിനിറങ്ങിയതെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. മലക്കുകളെ കണ്ടപ്പല്ലേ പൊട്ടി പൊട്ടി കരഞ്ഞോടിയത്? ആര്?
ഇബ്ലീസ് വിളിച്ചു പറഞ്ഞു ബദറിന്റെ രണാങ്കളത്തിൽ, ഇന്നി അറാമാലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. അബൂജഹലിന്റെ കയ്യും പിടിച്ച് ശത്രുക്കൾക്ക് വലിയ ആഹ്ലാദവും ആവേശവും നൽകി ഇബ്ലീസ് വഅള് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ഇബ്ലീസ് ഇതങ്ങ് കാണേണ്ട താമസം അബൂജഹലിന്റെ കയ്യിൽ നിന്ന് കയ്യങ്ങ് വലിച്ചൂരുകയാണ്. ഫവല്ലാ മുദ്ബിറാ, പൊട്ടി പൊട്ടി കരഞ്ഞവൻ ഓടുകയാണ്. ആ സമയത്ത് അബൂജഹൽ ചോദിക്കുന്നുണ്ട്, മാലക യാ സുറാഖ തസഅമു അന്നക ലനാ ജാർ. സുറാഖ, നിനക്ക് എന്തു പറ്റി? കൂടെ നിന്ന് യുദ്ധം ചെയ്ത് മുഹമ്മദിനെയും കൂട്ടരെയും നിമിഷങ്ങൾക്കകം തകർത്ത് തരിപ്പണമാക്കാമെന്ന് പറഞ്ഞ നീ എന്താ അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞ് ഓടുന്നത്? അപ്പൊ കൊടുത്ത മറുപടിയാ, നിനക്കത് പറയടാ, ഇന്നി അറാ മാലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. നിങ്ങളിപ്പോൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ആദ്യം എന്റെ കഥയാണ് കഴിക്കുക. എനിക്ക് പേടിയാന്നും പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞ ബദറിൽ നിന്ന് ഓടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യർ മാത്രമല്ല ആരുടെ കൂട്ടത്തിൽ, ബദരീങ്ങളെ കൂട്ടത്തിൽ മനുഷ്യരെക്കാൾ മാലാകമാരുണ്ട്. മലക്കുകളുടെ പേരിൽ ഫാത്തിഹ ഓതാൻ പറ്റൂലേ? മലക്കുകളുടെ പേരിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഇല്ലേ? പറ്റൂലേ? നിങ്ങൾ ഈ കുത്തുബിയ്യത്തൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, ആദ്യം തന്നെ ഫാത്തിഹ വിളിക്കുമ്പോ സുമ്മയില ഹളറത്തി ജിബ്രീല വമീകായില വൈസ്രാഫീല ഇല്ലേ പറയാറില്ലേ? അപ്പോൾ മലക്കുകളുടെ പേരിലേക്കും എന്ത് പറ്റും? ഫാത്തിഹ പറ്റും, ഖുൽ ഹുവല്ലാഹു പറ്റും. അപ്പോൾ 313 മനുഷ്യരുടെ ഞാൻ പറഞ്ഞു. ഇനി എത്ര വർദ്ധിപ്പിക്കാൻ പറ്റുമോ ആ മലക്കുകളെയും കൂടി നിയ്യത്ത് ചെയ്തിട്ട് ഖുൽ ഹുവല്ലാഹു അങ്ങനെ വർദ്ധിപ്പിക്കേ. കാരണം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഇവിടെ ആരുടെ ആവശ്യവും നമുക്കുണ്ട്? ആ മലക്കുകൾ ആവശ്യമുണ്ട്. അവര് വന്ന് നമ്മളെ തലോടട്ടെ, അവര് വന്ന് നമ്മളെ തടകട്ടെ. എന്തെല്ലാം രോഗങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് തടവി ആ രോഗത്തിന് ശമനം കിട്ടണം. അവരുടെ പ്രാർത്ഥന നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന വലിയ പ്രാർത്ഥന, അതും നമുക്ക് കിട്ടണം. അല്ലാഹുവേ, നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ. ഇതൊക്കെ ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാക്കി തരണമേ റബ്ബേ.